ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന പഠനത്തിന്റെ 51ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ രാത്രിയിൽ നാം ദൈവവചന പഠനത്തിലായിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 51ാമത്തെ ക്ലാസ്സിലേക്കാണ് ഫെബ്രുവരി മാസം 18-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം വരെയായിരുന്നു. തുടർന്ന് നാം ഇന്ന് ചിന്തിക്കുന്നത് 13-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. ഈ കർത്താവിന്റെ പ്രസംഗിയും അതിനോടുള്ള സംബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒലിവുമലയ്ക്ക് പോകുന്നതും ഗെത്സമനിക്ക് പോകുന്നതുമായ സംഭവങ്ങളെ അത് 3-4 സുവിശേഷങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഒരുമിച്ചെടുത്ത് ഒന്ന് പഠിച്ച് വിശകലനം ചെയ്തെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ ചിത്രം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനത്തിലാകുമ്പോൾ എവിടെ വെച്ച് യേശു എന്തൊക്കെ സംസാരിച്ചു, എന്തായിരുന്നു അതിൻ്റെ ഒരു ചരിത്രം, ഈ ഒരു രൂപരേഖ നൽകുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ദൈവം വെച്ചാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളുടെ താരതമ്യ പഠനം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കർത്താവ് സഹായിച്ചാൽ സാധിക്കട്ടെ. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം പോലെ തന്നെ പ്രസക്തമായ പ്രഭാഷണങ്ങളാണ് ഈ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15, 16, 17, 14 മുതലുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14 മുതലുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പ്രസക്തമായ അവസാനമായിട്ടുള്ള തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പെസഹ നടക്കുന്നത് മർക്കോസിന്റെ മാളിക മുറിയിലാകുന്നെന്നുള്ളത് വിരിച്ചൊരുക്കപ്പെട്ട മാളിക മുറിയെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അവിടെ വെച്ച് കർത്താവ് സംസാരിക്കുന്നത് യൂദ കൂടെ ഇരുന്ന സമയം വരെ പെസഹയുടെ ഒരുക്കം മുതൽ യൂദ എഴുന്നേറ്റ് പോകുന്ന വരെ സംസാരിച്ച മാളിക മുറിയിൽ സംസാരിച്ചതാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30 വരെയുള്ള വാക്യങ്ങൾ. മാളിക മുറിയിൽ വെച്ച് യൂദ ഉള്ളപ്പോൾ യേശു സംസാരിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30 വരെയുള്ള വാക്യങ്ങൾ പെസഹയോടനുബന്ധമായിട്ട് യേശു അതിൻ്റെ മുൻ നടപടിക്രമമായിട്ട് അവരുടെ കാലിൽ കഴുകി അവരെ ഭക്ഷണം തിരുത്തി അത് നടത്തുമ്പോൾ 2 രീതിയിലാണ് അത് ചെയ്തത്. ഒന്ന്, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലും ദൈവസഭയോടുള്ള ബന്ധത്തിലുമാണ് ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ടാണ് ചിലർക്ക് അപ്പം കഴിച്ചു, അതിനുശേഷം അപ്പം എടുത്ത് വാഴ്ത്തി അപ്പം കഴിച്ചു, അതിന് ശേഷമായി പിന്നീട് അപ്പം നുറുക്കി കൊടുക്കുന്നു, പാനപാത്രം കൊടുക്കും. അപ്പോൾ ഇതിനെ 2ആയിട്ട് ചിന്തിക്കണം. ഒന്ന്, ദൈവരാജ്യത്തിൽ നിറവേറപ്പെടാനുള്ള പെസഹയോടുള്ള ബന്ധത്തിലുള്ള രീതിയും അതാണ്. എന്നേരം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം എടുത്ത് ആദ്യം വീഞ്ഞ് കൊടുത്തല്ലോ, ആദ്യം പാനപാത്രം കൊടുത്തല്ലോ, പിന്നെ അപ്പമാണ് കൊടുത്ത്, പിന്നെ അത് അങ്ങനെ വരുന്നത്. പക്ഷെ അത് 2ആയിട്ട് ചിന്തിച്ച് പഠിക്കണം. ആദ്യം യേശു ചെയ്തത് ദൈവരാജ്യത്തുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് ചെയ്തത്. എന്നാൽ പിന്നീട് യേശു സഭയോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമത്തോടുള്ള ബന്ധത്തിലാണ് 2ാമത്തെ ഭാഗം യേശു ചെയ്തത്. അതാണ് മത്തായി, ലൂക്കോസ് ഒക്കെ എഴുതിയ ഭാഗത്ത് അത് കാണാൻ സാധിക്കുന്നത്. ആ ഭാഗമാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ആദ്യം അത്താഴം കഴിക്കുക, ഭക്ഷണം തിരിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അപ്പോൾ പാനപാത്രം എടുത്ത് കൊടുക്കുന്നതിനെ കുറിച്ചോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. ദൈവരാജ്യത്തുള്ള ബന്ധത്തിൽ അത് ചെയ്ത ശേഷമായി ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കർത്താവ് സംസാരിച്ച സന്ദർഭങ്ങൾ എവിടെ വെച്ചായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ചിത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഇതിനെ നമ്മൾ വിഭജിച്ച് പഠിക്കുന്നത്. അപ്പോൾ 13-ാം അധ്യായം അതിൻ്റെ 30 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ ഭാഗം ഇതിനോട് ബന്ധത്തിൽ പഠിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കമ്പാരിസൺ ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഈ യോഹന്നാന്റെ സുവിശേഷത്തെ ഞാൻ 3ആയിട്ട് ഈ 13-ാം അധ്യായത്തിൽ മുതൽ 18-ാം അധ്യായം വരെയുള്ള കാര്യങ്ങളെ ഒന്ന് വേർതിരിച്ച് അതിനെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ 13-ാം അധ്യായം അതിന്റെ 30 വരെ മാളിക മുറിയിൽ വെച്ച് യൂദ ഇരുന്ന സമയം വരെ കർത്താവ് സംസാരിച്ചാണ് അതിന്റെ 30 വരെയുള്ള വാക്യം. അതിനുശേഷം അവൻ പോയ ശേഷം യേശു തുടർന്ന് സംസാരിച്ചാണ് 13-ാം അധ്യായം 31 മുതൽ
14 അധ്യായം 30 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അത് മാളിക മുറിയിൽ വെച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ മാളിക മുറിയിൽ നിന്ന് അവർ എഴുന്നേറ്റ് ഒലിവുമലയ്ക്ക് സ്തോത്രം പാടി പോയി എന്ന 3 സുവിശേഷം രേഖപ്പെടുത്തിയപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ എഴുന്നേൽപ്പീൻ നാം പോകാം എന്ന് പറഞ്ഞത് മാളിക മുറിയിലെ ശുശ്രൂഷ അവസാനിച്ച ശേഷമായി കർത്താവ് ശിഷ്യന്മാരുമായിട്ട് സ്തോത്ര ഗീതം പാടി ഒലിവുമലയ്ക്ക് പോകുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 31 വരെയുള്ള വാക്യങ്ങൾ മാളിക മുറിയിൽ വെച്ച് സംസാരിച്ച ഭാഗമാണ്. അതിൽ 13 അധ്യായം 30 വരെയുള്ള വാക്യങ്ങൾ യൂദ കൂടിയിരിക്കുമ്പോൾ നടത്തിയ സംഭാഷണമാണെങ്കിൽ യൂദ പോയതിനു ശേഷം സംസാരിക്കുന്നതാണ് 31 മുതലുള്ള വാക്യങ്ങൾ. അത് 14 അധ്യായം 30 വരെയുള്ള വാക്യങ്ങൾ മാളിക മുറിയിൽ വെച്ച് സംസാരിക്കും. മാളിക മുറിയിൽ വെച്ച് 2 സന്ദർഭമാണ്. ഒന്ന്, പെസഹയും യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന യൂദ പുറപ്പെട്ടു പോകുന്നവരെ അവനും കൂടി ഉള്ളപ്പോൾ യേശു സംസാരിച്ചതാണ്. യോഹന്നാൻ സുവിശേഷം 13 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങൾ. യൂദ എഴുന്നേറ്റ് പോയ ശേഷം മാളിക മുറിയിൽ വെച്ച് യേശു അതിൻ്റെ 31 മുതലുള്ള 14 അധ്യായം അതിൻ്റെ 30 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് സംസാരിച്ച് യൂദയില്ലാതെ 11 പേരോട് മാളിക മുറിയിൽ വെച്ച് സംസാരിക്കുന്നതാണ്. 31 വാക്യത്തിൽ യേശു പറഞ്ഞത്, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ, എഴുന്നേൽപ്പീൻ നാം പോകാം എന്ന് പറഞ്ഞപ്പോൾ അവരെ എവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. മാളിക മുറിയിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞു. അതിനുശേഷമായി അവർ എഴുന്നേറ്റ് ഒലിവുമലയ്ക്ക് പോകുന്നതിനെ കുറിച്ചാണ് അവർ കണ്ടവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി എന്ന് പറയാം. അപ്പോൾ ഒലിവുമലയിലെത്തി അവിടെ വെച്ച് സംസാരിക്കുന്നതാണ് 15, 16, 17 വാക്യങ്ങൾ, 17 വരെയുള്ള അധ്യായങ്ങൾ ഒലിവുമലയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സംഭാഷണം. അപ്പോൾ ഗിരിപ്രഭാഷണം നമുക്ക് മത്തായി സുവിശേഷം 5 മുതൽ വാക്യങ്ങൾ ജനത്തോട് സംസാരിക്കുന്നെങ്കിൽ യേശു ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യഗണങ്ങളോട് പ്രത്യേകമായിട്ട് സംസാരിക്കുന്ന ഘട്ടങ്ങളാണ് ഈ പറയുന്ന സംഭാഷണങ്ങൾ. അപ്പോൾ അത് 15, 16, 17 അധ്യായങ്ങൾ യേശു ഒലിവുമലയിൽ വെച്ച് പെസഹ കഴിഞ്ഞിട്ട് ഒലിവുമലയിൽ വെച്ച് ഒലിവുമലയ്ക്ക് പോയി അവിടെ എത്തിയ ശേഷം അവരോട് സംസാരിക്കുന്നതാണ് 15, 16, 17 അധ്യായങ്ങൾ. അതിനുശേഷം 18 അധ്യായത്തിലാണ് 1 മുതൽ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി ഖെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായി. നിങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ മാളിക മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഒലിവുമലയ്ക്ക് പോയി. ഒലിവുമലയിൽ വെച്ച് യേശു സംസാരിച്ചാണ് 15, 16, 17 അധ്യായങ്ങൾ. അതിനെ നമുക്ക് ഒലിവുമലയിലെ യേശുവിൻ്റെ പ്രഭാഷണം എന്ന് രേഖപ്പെടുത്താം. ഒരുപക്ഷെ നിങ്ങൾ ഗിരിപ്രഭാഷണത്തെ കുറിച്ചായിരിക്കും ഇതുവരെ കേട്ടിട്ടുള്ളത്. എന്നാൽ ദൈവപഠനത്തിൽ വളരെ ആധികാരികമായി ദൈവസഭയുടെ ബന്ധത്തിൽ ദൈവമക്കളുടെ ബന്ധത്തിലുള്ള പ്രഭാഷണമാണ് ഒലിവുമലയിലെ സംഭാഷണം. ഒലിവുമലയിൽ വെച്ച് യേശു പല സമയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷമായി യേശു പിടിക്കപ്പെടുന്നതിന് മുമ്പായി താൻ ശിഷ്യന്മാരെ പറഞ്ഞ് ഉത്ബോധിപ്പിച്ച് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒലിവുമല വെച്ച് സംസാരിക്കുന്നു. അതിന്റെ 18 അധ്യായത്തിലാണ് യേശു ഒലിവുമലയിൽ നിന്ന് ഗത്സമന എന്ന തോട്ടത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. അപ്പൊ ഗത്സമന എന്ന തോട്ടത്തിൽ വെച്ച് കർത്താവ് അവനെ കാണിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ കർത്താവ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് യേശു പിടിക്കപ്പെടുന്നു. മർക്കോസ് സുവിശേഷം 14 അധ്യായം 42, അതുപോലെ മത്തായി സുവിശേഷം 26 അധ്യായം അതിൻ്റെ 26 അധ്യായം 46 എന്ന വാക്യങ്ങളിൽ മർക്കോസ് സുവിശേഷം അതിൻ്റെ 14 അധ്യായം 42 വാക്യവും മത്തായി സുവിശേഷം 26 അധ്യായം 46 വാക്യവും പറഞ്ഞിരിക്കുന്ന എഴുന്നേൽപ്പീൻ നാം പോകാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗത്സമനയിലെ ശുശ്രൂഷ പ്രാർത്ഥന കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് പോകാം എന്ന് പറയുന്ന സമയത്ത് ഗത്സമനയിൽ നിന്ന് വെളിയിലേക്ക് വരാനുള്ള സമയം യേശു പിടിക്കപ്പെടുന്നതിനെ കുറിച്ച സമയത്താണ് എഴുന്നേൽപ്പിൻ നാം പോകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുന്നേൽപ്പിൻ നാം പോകാം എന്ന് പറഞ്ഞിരിക്കുന്ന 2 സന്ദർഭങ്ങൾ. ഒന്ന്, യേശു സംസാരിച്ചത് യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുന്നേൽപ്പിൻ നാം പോകാം എന്ന് പറഞ്ഞത് മാളിക മുറിയിൽ നിന്ന് കർത്താവ് ഒലിവുമലയിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സ്തോത്രം ചൊല്ലി പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിനുശേഷമായി 15, 16, 17 അധ്യായങ്ങളിൽ കർത്താവ് ശിഷ്യന്മാർ സംസാരിക്കുന്ന ഒലിവുമലയിലെ യേശുവിൻ്റെ അവസാനത്തെ പ്രസംഗം, ഗിരിപ്രഭാഷണം പോലെ തന്നെ ശക്തമായ പ്രഭാഷണമാണത്. ദൈവസഭയോടും ഉള്ള ബന്ധത്തിലുള്ള പ്രഭാഷണമാണ് ഈ പറയുന്ന 17 അധ്യായങ്ങൾ. ആ 3 അധ്യായങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ അവസാന ഒലിവുമലയിലെ പ്രഭാഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 18-ാം അധ്യായത്തിൽ ആണ് യേശു ശിഷ്യന്മാരുമായി ഗദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കർത്താവ് പ്രാർത്ഥിച്ച ശേഷമായിട്ട് കർത്താവ് വെളിയിലേക്ക് ശിഷ്യന്മാരുമായിട്ട് എഴുന്നേൽപ്പിച്ച് വരുന്നതിനെ കുറിച്ചാണ് എഴുന്നേൽപ്പിൽ നാം പോകാമെന്ന് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം അതിൻ്റെ 26-ാം അധ്യായം 46-ാം വാക്യവും മർക്കോസ് സുവിശേഷവും ഇതനുബന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കമ്പാരിസൺ ആയിട്ടുള്ള സ്റ്റഡി നടത്തുമ്പോൾ കുറച്ച് കൂടുതൽ മനസ്സിലാകും. എന്നാൽ ഇന്ന് ഇത് എവിടെയൊക്കെ വെച്ച് സംസാരിച്ചു എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തരുന്നത് ഇത് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു പോകും. പക്ഷെ എവിടെ വെച്ച് എപ്പോൾ സംസാരിച്ചു എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നന്നായിരിക്കും. അപ്പോൾ ഗിരിപ്രഭാഷണം പോലെ തന്നെ പ്രസക്തമായ ദൈവസഭയ്ക്ക് ഗിരിപ്രഭാഷണം എല്ലാ മനുഷ്യരോടും സംസാരമാണെങ്കിൽ, യൂദ പോയതിനു ശേഷം അത് ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള സംഭാഷണമാണ്. കർത്താവ് മർക്കൂസിന്റെ മാളികമുറിയിൽ സംസാരിച്ചു. അതിന് ശേഷമായി ഒലിവുമലയിൽ വെച്ച് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോൾ 26-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യത്തില് 46-ാമത്തെ മത്തായി സുവിശേഷം 26-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എഴുന്നേൽപ്പീൻ, നാം പോകാം, നാഴികടുത്തിരിക്കുന്ന മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽപ്പീൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കർത്താവിന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചിട്ട് അവൻ യൂദ എന്ന ഇസ്കരിയോത്താവ് യേശുവിനെ കാണിച്ചു കൊടുക്കുകയും പാപിയുടെ അകപ്പെടുന്നതിനും ആണ് കർത്താവ് ഗത്സമനിൽ നിന്ന് ഇവരെ എഴുന്നേൽപ്പിച്ച് നമുക്ക് പോകാമെന്ന് പറയുന്നത്. അത് കർത്താവ് നാഴിക വന്നു അവരുടെ കയ്യിൽ അകപ്പെടുന്നതിനെ കുറിച്ചാണ്. അത് തന്നെയാണ് മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 14-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ പറയും. 14-ാം അധ്യായം അതിന്റെ 42-ാം വാക്യോട് ഞാൻ വായിക്കാം. 14-ാം അധ്യായം 42-ാം വാക്യം. അവൻ മൂന്നാമതും വന്നവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചോളിൽ, മതി, നാഴിക വന്നു, ഇതാ മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, നാം എഴുന്നേൽപ്പീൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്ന അടുത്തിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ എഴുന്നേൽപ്പീൻ, നാം പോകാം എന്ന് പറഞ്ഞിരിക്കുന്നത് 2 സന്ദർഭങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ആ ഭാഗം കാണുന്നത്, എഴുന്നേൽപ്പീൻ, നാം പോകാം എന്ന് പറയുന്നത് ഒലിവുമലയിൽ നിന്ന് മാളികമുറിയിൽ നിന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ഒലിവ് മലയിലേക്ക് പോകുന്നതാണെന്നും, ഒലിവുമലയിലെ സംഭാഷണം കഴിഞ്ഞ ശേഷമായി ഗത്സമന തോട്ടത്തിലേക്ക് യേശു പ്രവേശിക്കുകയും അവിടുന്ന് കർത്താവ് ശുശ്രൂഷ തീർത്ഥത്തിന് ശേഷമായി എഴുന്നേൽപ്പീൻ, നാം പോകാം എന്ന് പറഞ്ഞിരിക്കുന്നത് മത്തായി മർക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തു ഗത്സമനിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് വരാനുള്ള, അഥവാ ജാതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ വേണ്ടി തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ബന്ധത്തിലാണ് എഴുന്നേൽപ്പിൻ, നാം പോകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ദൈവനം പഠിക്കുമ്പോൾ ഈ യോഹന്നാൻ സുവിശേഷത്തിൽ നിന്ന്, അതുപോലെ മത്തായി, മർക്കോസ്, ലൂക്കോസ് ചെയ്ത സുവിശേഷങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ഇത് മനസ്സിലായെങ്കിൽ തുടർന്നുള്ള ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് രാത്രി സംസാരിക്കാം. അപ്പോൾ മർക്കോസിന്റെ മാളികമുറിയിൽ കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളെ തുടർച്ചയാണ്. അവിടെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. കർത്താവ് തൻ്റെ ഉള്ളം കലങ്ങിയ സന്ദർഭങ്ങളെ കുറിച്ച് നമുക്ക് ദൈവത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഉള്ളം കലങ്ങരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളം കലങ്ങിയിട്ടുണ്ട്. പറഞ്ഞാൽ ഉള്ളം കലങ്ങരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളം കലങ്ങരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിനിൽ വിശ്വസിപ്പിന്ന് പറഞ്ഞിട്ട് കർത്താവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സംശയം കൊണ്ട് കലങ്ങിപ്പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശു ഉള്ളം കലങ്ങിയത് 11-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കിലെത്തിയപ്പോൾ 11-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ യേശു ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. അത് സ്നേഹത്തിൽ നിന്ന് അവന്റെ ഉള്ളം നൊന്ത് കലങ്ങുന്നത്, അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംശയത്തിൽ നിന്നുള്ള കലങ്ങുന്നതല്ല. അപ്പോൾ 14-ാം അധ്യായത്തെ കഥ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന്റെ അർത്ഥം മനുഷ്യനെ സംബന്ധിച്ചോളം അവിശ്വാസം ഉണ്ടാകും.
എന്നാൽ യേശു ക്രിസ്തു ഒരിക്കലും അവിശ്വാസമില്ല. അപ്പൊ ഒരിക്കലും യേശു ഉള്ളം കലങ്ങി അപ്പം അപ്പോൾ യേശുയുടെ അവിശ്വാസം വന്നെന്ന് ചിന്തിക്കരുത്. ഇവിടെ നമ്മളോട് സംസാരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്ന് വിശ്വസിപ്പി എൻ്റെ പിതാവിൻ്റെ നമ്മൾ അവിശ്വാസത്തിൽ നമുക്ക് കോട്ട സംഭവിക്കും. എന്നാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതിനായ യേശുവിന്റെ ഉള്ളം കലങ്ങിയത് ഒരിക്കലും അവിശ്വാസത്തിൽ നിന്നല്ല ഉണ്ടായത്. യേശു ഉള്ളം കലങ്ങിയത് തൻ്റെ വേദന കണ്ടുകെട്ട് അവിടെ കൂടി വന്നവരുടെ വേദന കണ്ടപ്പോൾ അവൻ ഉള്ളം നൊന്ത് അവൻ കലങ്ങി അവിടെ അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് ഉള്ളം നൊന്ത് കലങ്ങി എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് വേണം ചോദിക്കാം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുന്ന പറഞ്ഞ കർത്താവ് തന്നെ എന്തിനാ ഉള്ളം കലങ്ങി ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് 14 അധ്യായം വായിച്ചിട്ട് നാളൊരാൾ ചോദിക്കും എങ്ങനെയാണ് യേശു ഉള്ളം കലങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, അത് നമ്മളോട് കർത്താവ് നിങ്ങൾ അവിശ്വാസിയായി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉള്ളം കലങ്ങരുത്. ഇന്ന് രാത്രി കർത്താവോട് സംസാരിക്കുന്നത് ഈ അവിശ്വാസം വരുമ്പോഴാണ് നമ്മൾ ഉള്ളം കലങ്ങുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭൗതിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ അത് നടക്കുന്നതെന്ന് ചിന്തിക്കരുത്. അത് പലർക്കും പറ്റുന്ന അബദ്ധമാണ്. എന്നാൽ ആത്മീയ വിഷയത്തിൽ നമ്മൾ എപ്പോഴും വിശ്വാസം ഉണ്ടാകും. ഭൗതിക വിഷയം മാറി മറി അതൊരിക്കലും പിടിച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ എല്ലാവരും പറയുന്നത്, നമ്മൾ അങ്ങനെ കടുംപിടുത്തം പിടിച്ച് അത് നടക്കുന്ന അവസാനം മാറിക്കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ടാണ് ഏതെല്ലാം മാധ്യമങ്ങളുണ്ടോ അത് നമ്മൾ നോക്കിക്കോണം, ആൾട്ടറേറ്റീവായിട്ടുള്ള വഴി നോക്കണം. ഭൗതിക വിഷയത്തിൽ ഒരിക്കലും പിടിച്ചോണ്ടിരിക്കരുത്, നടക്കുമെന്ന് ഞാൻ നോക്കിയിരിക്കരുത്. ഞാൻ പറയട്ടെ, ലോട്ടറി എടുത്ത് വെച്ചിട്ട് അത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള കലങ്ങി പോകത്തില്ലേ? ദൈവത്തെ പഠിച്ചിട്ട് കാര്യമുണ്ട്? ഇല്ല. ഭൗതിക വിഷയത്തിൽ രോഗം വരാം, വേണം മരിക്കാം, ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ വസ്തു വിൽക്കാം, വിൽക്കാതിരിക്കാം, കടം മാറാം, മാറാതിരിക്കാം, രോഗം വരാം, പോകാതിരിക്കാം. ഞാൻ അവിശ്വാസ വാക്ക് പറയുന്നില്ല. പക്ഷെ അതിനകത്ത് നമ്മളത് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കരുത്. അത് വേണമെങ്കിൽ മാറാം. പക്ഷെ അതിനല്ല. എന്നാൽ സ്വർഗീയ വാക്തത്വങ്ങൾ വിഷയങ്ങൾ മാറാത്തതാണ്. അതിൽ നമ്മൾ ഉറച്ചു തീരുമാനിക്കണം. അതിന് വേറൊരു വഴിയില്ല, വേറൊരു മാർഗമില്ല. ഇപ്പം സ്വർഗത്തിൽ പോകാൻ വേണ്ടി വേറൊരു മാർഗമില്ല. അത് നമ്മൾ സംശയം ഉണ്ടാകാൻ പാടില്ല. കർത്താവ് പറഞ്ഞത്, മരണാനന്തരമുള്ള നിങ്ങളുടെ വാസ്തവത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട, അത് എൻ്റെ കയ്യിലാണ്, അത് ഞാൻ ചെയ്തു കൊള്ളാം. അത് നമുക്ക് വേറൊരു വഴി നമുക്കില്ല. അതിൽ നമ്മൾ കഥാൽ അപ്പൊ ആത്മീയ വിഷയത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ച് അത് മാത്രമേ ഉള്ളൂ വഴി. എന്നാൽ ഭൗതിക വിഷയത്തിൽ കഥ പറഞ്ഞു, നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് അസാധ്യമായ കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അതിന്റെ അർത്ഥം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അല്ലാതെ പ്രാർത്ഥിച്ച് അനുഭവിച്ചു അതുകൊണ്ട് അത് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. അതുകൊണ്ടാണ് ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സത്യകമേശ അഭിനവനൊക്കെ ഇടുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് ഭൗതിക വിഷയമാണ്, ഈ ജീവിതം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ തള്ളി പറയട്ടെ. അതിന്റെ അർത്ഥം അവർ പറഞ്ഞു, ഞങ്ങളെ വിടിവിക്കും. ഇപ്പൊ ഞങ്ങളെ തീയിലിട്ടു, ഞങ്ങളെ ദൈവം വിടിവിക്കും, നിങ്ങൾ കണ്ടോന്നൊന്നും അവർ പറഞ്ഞില്ല. ദാനിയേലിനെ പിടിച്ചിട്ടപ്പോൾ ദാനിയേൽ പറഞ്ഞു, എന്റെ ദൈവം വലിയ ദൈവമാണ്, അവൻ ഇറങ്ങി വന്ന് അവർ പറഞ്ഞു ഓക്കെ, ഇനിയും ഈ സിംഹത്തിന്റെ വായി പോയി കൊന്നു കളഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം ഇതിൽ കൂടുതലൊന്നും അവൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൗതിക വിഷയത്തിൽ രോഗം വരാം, രോഗം മാറാം. നമ്മൾ പറയുന്ന കാര്യം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചിലതൊക്കെ ഞങ്ങൾ പറയും, ഇന്നത് ദൈവം തന്നതാണെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളത്തിലെ കുമ്പള പോലെയാ, അതില്ലാതായി പോയി പോകും. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത് നടന്നത്, ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നത് ദൈവമാണത് കൊണ്ടുവന്നതെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ മാസം ഞാൻ ചിന്തിച്ചു. പക്ഷെ എനിക്കത് മനസ്സിലായി, അത് താൽക്കാലികമായിരുന്നു. ദൈവം മാറ്റിവിട്ടു. നമ്മൾ സാക്ഷ്യം പറയുന്നത് ദൈവം അങ്ങനെ പറഞ്ഞതാണ്, ഇത് സംഭവിച്ചു എന്ന് പറയും. പക്ഷെ അത് മനുഷ്യന്റെ കാര്യത്തിൽ മാറ്റം, നമ്മൾ വിശ്വസിച്ചാൽ മനുഷ്യന്റെ കാര്യത്തിൽ മാറ്റം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാറ്റം വരാം, എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അത് മാറ്റമില്ലാത്തതാണ്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഭൂമിയിലെ കാര്യങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകാം, സംഭവിക്കാതിരിക്കാം. അത് രോഗം വരാം, രോഗം മാറാം. ഒരിക്കലും നമ്മൾ കഠിനമായിട്ട് പറയരുത്, എൻ്റെ രോഗം ദൈവം യേശു മാറ്റി, അല്ലെങ്കിൽ ഇതിപ്പോൾ മാറ്റും, എന്നെ തീയിൽ ഇവിടെ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രശംസിക്കാൻ പറ്റത്തില്ല. ദൈവം തന്നെങ്കിൽ സന്തോഷം, ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ ആത്മീയ വിഷയത്തിൽ നമ്മൾ എപ്പോഴും പ്രശംസിച്ചോണം, കർത്താവേ, മരണാനന്തരം എനിക്ക് സ്ഥലം ഒരുക്കുവാനും എന്നെ കൊണ്ടുപോകാനും നീ വരുമ്പോൾ എല്ലാം അങ്ങേക്ക് മാത്രമേ എഴുതുകയാണ് പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോ, കർത്താവിടെയാണ് പറഞ്ഞതാ, കലങ്ങിപ്പോകരുത് എൻ്റെ പിതാവിൻ്റെ. അപ്പോൾ അത് വ്യത്യസ്തത മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഭാവി ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവിശ്വാസം കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നാം ഒരു രക്ഷയും ഇല്ലാത്ത വിഷയങ്ങളുണ്ട്, നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് അപ്പുറമായി ഇപ്പം ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചു, പിന്നെ ദൈവത്തിൽ മാത്രമേ ഉള്ള ആശ്രയം.
അത് ദൈവത്തിൽ മാത്രമേ ആശ്രയമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. മരുന്ന് കഴിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് മരുന്ന് കഴിച്ചാലും സൗഖ്യമാണ്, ദൈവത്തിന് ആശ്രയം വേണം. അതൊക്കെ നമ്മളത് ഭൗതിക വിഷയത്തിലുള്ള ബന്ധത്തിൽ എപ്പോഴും നമ്മളതിന്റെ നെഗറ്റീവ് വശം കൂടി കണ്ടിട്ട് വേണം ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം തട്ട് കെട്ടിയാൽ അത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിരാശപ്പെട്ട് വിശ്വാസം പോലും പിന്മാറിപ്പോയിട്ടോ ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാളെക്കുറിച്ചൊന്നും പ്രശംസിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രശംസ കർത്താവിലാണ്. കർത്താവ് വരുമ്പോൾ ആത്മീയ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു ഉള്ളം കലങ്ങിപ്പോകരുത് എന്ന് വിശ്വസിക്കും. അപ്പൊ ഇവിടെ യേശു ഉള്ളം കലങ്ങിയത് യേശു അവിശ്വാസം കൊണ്ടല്ല, അവന്റെ സ്നേഹം കൊണ്ടാണ് അവിടെ യേശു ഉള്ളം കലങ്ങിയത്. ലാസറിന്റെ കല്ലറക്കിലെത്തി കർത്താവ് ഉള്ളം കലങ്ങി അവിടെ സംസാരിച്ചത് അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ അവിശ്വാസം വിശ്വസിച്ചതിനോട് എന്ത് യാചിച്ചാലും നൽകാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? കർത്താവ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് അവർ ചോദിച്ചല്ലോ, രണ്ടുപേര് ചോദിച്ചില്ലേ, യാക്കോബും യോഹന്നാനും അവന്റെ അമ്മയെ അടുത്ത് ചെന്നിട്ട് യേശുവോട് ചോദിച്ചല്ലോ, രണ്ടുപേരും ഐക്യമപ്പെട്ട് അമ്മയോട് ചോദിച്ചല്ലോ, നീ നീ ഇരിക്കുമ്പോൾ എന്റെ വലത്ത് ഇരുത്തും ഇടത്ത് ഇരിക്കാൻ അനുവാദം നൽകണമെന്ന് പറഞ്ഞല്ലോ. കർത്താവ് അന്നേരം പറഞ്ഞു, അത് എന്റേതല്ല, ദൈവം തീരുമാനിക്കുന്നു. അവര് ഐക്യമത്യപ്പെടെ ചോദിച്ചത്, അവര് നടക്കാൻ വേണ്ടി ചോദിച്ചത്. അപ്പോൾ അങ്ങനെ എന്ത് ചോദിച്ചാലും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം നൽകുന്നത്. അപ്പൊ അത് ദൈവത്തിന്റെ സ്വർഗത്തിന്റെ പിതാവാൻ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം നമുക്ക് നൽകുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാൽ നൽകാമെന്നതിന്റെ അർത്ഥം അത് ദൈവ വചനത്തിന് പ്രമാണത്തിനനുസരിച്ച കാര്യങ്ങൾ ചോദിച്ചാൽ നൽകാമെന്ന കഥ വയ്ക്കുന്നത്. ദൈവത്തിന് ഇഷ്ടപ്രകാരം നമ്മൾ ചോദിച്ചാൽ ദൈവം നൽകും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെ, ഭൗതിക വിഷയങ്ങളും ആത്മീയ വിഷയവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി നാം അതിന് വേണ്ടി പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം, വഴി തുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പൊ എനിക്ക് തടസ്സമുണ്ടെങ്കിൽ അത് ഏതറ്റം വരെ എനിക്ക് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് വരെ നോക്കി ഇരുന്നിട്ട് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടരുത്. നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ദൈവം വഴി തുറന്നു തരുമ്പോൾ ആ വഴിക്ക് ഒത്തവണ്ണം മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഓർപ്പിച്ചപ്പോൾ. യേശു ഉള്ളം നൊന്ത് കലങ്ങിയത് അവൻ അവിശ്വാസം കൊണ്ടല്ല, എന്നാൽ നമ്മുടെ ഉള്ളം നൊന്ത് കലങ്ങുന്നത്, നമ്മൾ ഉള്ളം നോകുന്നത് നമ്മുടെ സ്നേഹം കൊണ്ടല്ല. പലപ്പോഴും നമ്മുടെ ഉള്ളം കലങ്ങുന്നത് വാസ്തവത്തില് നമ്മുടെ അവിശ്വാസം കൊണ്ടാണ്. നമ്മൾ പതറിപ്പോകും അല്ലേ? നമുക്ക് ചില വാക്കുകൾ കേൾക്കുമ്പോൾ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഉള്ളം കലങ്ങും. അത് നമ്മുടെ അവിശ്വാസം കൊണ്ട്, ഭയത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. മനുഷ്യന്റെ ഉള്ളം കലങ്ങുന്ന ഭയത്തിൽ നിന്നാണ്, അവന്റെ അവിശ്വാസത്തിൽ നിന്നാണ്. എന്നാൽ യേശുവിന്റെ ഉള്ളം കലങ്ങിയത് അവിശ്വാസത്തിനോ ഭയത്തിൽ നിന്നല്ല, അത് സ്നേഹത്തിൽ നിന്നാണ് അവന്റെ ഉള്ളം കലങ്ങിയത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളം കലങ്ങിയിട്ടുണ്ട് സ്നേഹത്തിൽ നിന്ന്. അതെ, ദൈവത്തിന്റെ മക്കളെന്ന നിലവാരത്തിൽ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ, അവരുടെ ഭാരങ്ങളിൽ നമ്മുടെ ഉള്ളം കലങ്ങാറുണ്ട്. ക്രിസ്തു കാണിച്ച മാതൃകയാണത്. എന്നാൽ ഭൂരിപക്ഷ മനുഷ്യരുടെയും ഉള്ളം കലങ്ങുന്നത് അത് അവരുടെ ജീവിതത്തിന്റെ തകർച്ചകൾ കാണുമ്പോൾ, ഭയം വരുമ്പോഴാണ് ഉള്ളം കലങ്ങുന്നത്. അപ്പോൾ യേശു ഉള്ളം കലങ്ങി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഭയത്തിൽ നിന്നോ അവിശ്വാസത്തിൽ നിന്നോ അല്ല, അത് സ്നേഹത്തിൽ നിന്നാണ്. എന്നാൽ മനുഷ്യനായിരിക്കുന്ന നമ്മുടെ 99% നമ്മുടെ ഉള്ളം കലങ്ങുന്നത് ഭയത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ദിവസങ്ങളിൽ വിശ്വസിക്കാം. അതെ, നമ്മൾ പറയാം, കർത്താവെ തന്നാലും തന്നില്ലേലും, പോയാലും കിട്ടിയാലും, അതെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കും. അങ്ങനെയല്ലേ വിവാഹത്തിന് ഉപയോഗസമേതം കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്? എന്നാ അങ്ങനെ പറഞ്ഞാൽ പോരെ, ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, പട്ടിണി ഉണ്ടാകത്തില്ല, അങ്ങനെയാണല്ല. ദാരിദ്ര്യത്തിലും സമ്പത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എന്ന് പറഞ്ഞാണ് ഉഭയസമ്മതം കൊടുക്കുന്നത്. ഇത് ലോകസംഭവമാണ്. ലോകത്തിൽ ഇതെല്ലാം ഉണ്ടാകാം. നമ്മൾ ലോകത്ത് ജീവിക്കുന്നവരാ. ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരിക്കലും ദാരിദ്ര്യം വരത്തില്ലെന്നോ നമുക്ക് രോഗം വരത്തില്ലെന്നോ ഒന്നും അല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ വിവാഹ സമയത്ത് സ്നേഹത്തെക്കുറിച്ചുള്ള ഉപയോഗസമ്മതം കൊടുക്കുമ്പോൾ അത് ദേവദാസമ്മ പറയുന്നത് ഇങ്ങനെ കാര്യങ്ങൾ, അത് പോസിറ്റീവ് നെഗറ്റീവും പറയുക. അത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. ഈ സമയത്തൊന്നും നീ അവിശ്വാസമുണ്ടായി ഉള്ളം കലങ്ങി സ്നേഹത്തിൽ നകന്നു പോകരുതെന്നാണ് ഭർത്തൃ ഭാര്യ ഉഭയസമ്മത സമയത്ത് ദൈവമക്കൾ, ദേവദാസന്മാർ വചന അടിസ്ഥാനത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമല്ല പറയുന്നത്. നമ്മൾ വിചാരിക്കും അത് വയ്ക്കുന്നത് മരണത്തിലോ ജീവനിലോ, അത് പറഞ്ഞതിൻ്റെ അർത്ഥം മരിക്കാം, കർത്താവിന് എടുക്കപ്പെടാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധമായ നമ്മൾ യേശു ഉള്ളം കലങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളം കലങ്ങുന്ന പോലെയല്ല കലങ്ങിയത്, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നാണ്. ഇവിടെ 24 അധ്യായത്തിൽ പറഞ്ഞതും ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേൻ ആമേൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. നമുക്കങ്ങനെ ഉള്ളം കലങ്ങാറില്ല. ഉണ്ട്. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ വളരെയധികം ആത്മാർത്ഥത്തോട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ കണ്ടില്ല എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമം തോന്നും. നമ്മൾ ഉള്ളം കലങ്ങും. അത് സ്നേഹത്തിൽ നിന്നുള്ള ഉള്ളം കലക്കമാണ്. വിഷമത്തിനുണ്ടാകും. അത് സ്നേഹത്തിൽ നിന്നാണ്. കാരണം നമ്മൾ ആത്മാർത്ഥമായവരെ സ്നേഹിക്കുന്നു,
പക്ഷേ അവരുടെ പ്രവൃത്തികൾ അതിന് നമ്മുടെ സ്നേഹത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് വിഷമം ഉണ്ടാകും. ഇത് ഞാൻ പലപ്പോഴും വിചാരിക്കണം, മനുഷ്യർക്ക് ഇത്രമാത്രം അഹങ്കാരികൾ എങ്ങനെയാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാതെ മനുഷ്യനാണ് എനിക്കുണ്ടാകുന്ന വിഷയങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാരൊക്കെ നാളെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കണ്ട ഭാവം പോലും അടിക്കാതെ പോകും. അതൊക്കെ മാനുഷികമാണ്. പക്ഷെ ആ സമയത്ത് ഉള്ളിൽ വേദന ഉണ്ട്. നമ്മൾ കണ്ട കഴിഞ്ഞ വർഷം കണ്ട അല്ലെങ്കിൽ 2 വർഷം മുമ്പ് കണ്ട ആളാണല്ലോ ഇന്നിപ്പം നമ്മളെ കണ്ടിട്ട് കണ്ട ഭാവം പോലും നടിക്കുന്നില്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യൻ എത്രമാത്രം അഹങ്കരിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാറുണ്ട്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യൻ എത്രമാത്രം അഹങ്കരിക്കാൻ പറ്റുമോ, എത്രമാത്രം മറന്നു കളയാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ള കലങ്ങാറുണ്ട്. അപ്പൊ കർത്താവോട് പറയുകയാണ്, തന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും ഞാൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടും അത്ഭുതങ്ങൾ കണ്ടും അവൻ രോഗികളെ സൗഖ്യമാക്കിയിട്ടും എല്ലാം ചെയ്തിട്ടും യുവത കാണിച്ചു കൊടുക്കുന്നല്ലോ എന്ന് കണ്ടപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അവരുടെ ഉള്ളം കലങ്ങി അവൻ സംസാരിക്കുക. ആമേൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷികൾക്ക് പറഞ്ഞപ്പോൾ 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് യേശുവിന്റെ പ്രിയ സ്നേഹിതനായിരിക്കുന്ന ലാസർ മരിച്ചപ്പോൾ യേശു ഉള്ളം കലങ്ങി അവിടുത്തെ സ്നേഹം വെളിപ്പെടുത്തി ഉള്ളം കലങ്ങി കരഞ്ഞു. അവർ കരഞ്ഞപ്പോൾ അവനോടുകൂടെ കരഞ്ഞു. ഇവിടെ യേശു ഉള്ളം കലങ്ങുന്നത്, അവൻ വളരെ വിഷമിച്ച് ഉള്ളം കലങ്ങി സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, തൻ്റെ താൻ അത്രമാത്രം പ്രിയനായി സ്നേഹിച്ച, ഒരു വേർകൃത്യം കാണിക്കാതെ, പക്ഷപാതം കാണിക്കാതെ കാണിച്ചു കൊടുക്കുമെന്നുള്ളത് അറിയാമെങ്കിൽ പോലും യേശു അവസാനം വരെ സ്നേഹിച്ചു. പക്ഷേ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് കണ്ടിട്ട് അവന്റെ സ്ഥിതി നാശമാണല്ലോ, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്നൊക്കെ കർത്താവ് ഓർത്തിട്ട് അവന് വരാൻ പോകുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ച് ഓർത്തിട്ടാണ് യേശുവോടെ ഉള്ളം കലങ്ങിയത്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. യുവതിക്ക് വരാൻ പോകുന്ന ആ വലിയ ശിക്ഷാവിധി കണ്ടുകൊണ്ടാണ് കർത്താവൻ ആ ഉള്ളം കലങ്ങിയത്. അതുപോലെ കർത്താവ് നമ്മളെ കുറിച്ച് ഉള്ളം കലങ്ങാറുണ്ട്, മനുഷ്യമാനവംശത്തെക്കുറിച്ച് ഉള്ളം കലങ്ങാറുണ്ട്. വരാൻ പോകുന്ന വലിയ കൊടിയ ന്യായവിധിയിൽ അകപ്പെടുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ദൈവം അനുദപിക്കുന്നത്, ഉള്ളം കലങ്ങുന്നത്. അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി, ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെടുന്ന സ്വർഗം സന്തോഷിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ പാപത്തിൽ മരിക്കുമ്പോൾ ദൈവത്തിന് സന്തോഷമല്ല. ഭാവി മരിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമില്ലെന്നാണ് പറയുന്നത്. പാപികൾ ആ പാപത്തിൽ മരിക്കുന്ന ദൈവത്തിന് പ്രസാദമില്ല. ദൈവത്തിന്റെ ഉള്ളം കലങ്ങും. കാരണം ശിക്ഷിക്കപ്പെടുമല്ലോ, നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ദിവസം നമുക്കും അതേ ഭാവം തന്നെ ഉണ്ടായിരിക്കണം, അതേ ക്രിസ്തുവിന്റെ രൂപം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിലും ഉള്ളം കലങ്ങണം. കർത്താവേ, എന്തുകൊണ്ടുകൊണ്ട് നമ്മൾ ഓടി നടക്കുകയോ നമ്മൾ മരിച്ചെടുത്തല്ല, അതല്ല എൻ്റെ അർത്ഥം. നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ലോകത്ത് എത്രയോ പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നുണ്ട്. ദൈവം പാപിയുടെ മരണത്തിൽ ദൈവത്തിന് സന്തോഷമില്ല, നമുക്ക് സന്തോഷമില്ലെന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ വലിയ സന്തോഷം സ്വർഗത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ സന്തോഷമാണ് ഇവിടെ ഉള്ളതെന്നാൽ ഇവിടെ ഒരു നാശയോഗ്യനായി മാറിയപ്പോൾ പറഞ്ഞാൽ നാശയോഗ്യനൊഴികെ ഒടുവിൽ നാശത്തിലേക്ക് പോയല്ലോ, ശുശ്രൂഷിച്ച് ഒരുമിച്ച് നടന്നിട്ട് നാശയോഗ്യനായി പോയല്ലോ എന്നോർത്തപ്പോഴാണ് യേശു ഉള്ളം കലങ്ങിയത്. അതാണ് ഈ 13-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി. ഇത് സംബന്ധമായിട്ട് ഇനി സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ദൈവാത്മാവ് ക്ലിയർ ആക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 14-ാം അധ്യായം വായിക്കുമ്പോൾ ഉള്ളം കലങ്ങുന്ന കഥ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് യേശു ഉള്ളം കലങ്ങിയെന്നുള്ള ചിന്താഗതിയായിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ സംശയമില്ലാത്തവണ്ണം ദൈവാത്മാവെന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ഓരോ വാക്യങ്ങളും എടുത്ത് ചിന്തിച്ചാൽ നമുക്ക് നിരവധി ദിവസങ്ങൾ ഈ പഠന സംബന്ധമായ സമയത്തിന് നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ കർത്താവ് തരുന്നത്രയും നമ്മൾ സംസാരിക്കുക, നമ്മൾ വെളിപ്പെടുത്തുക, നമ്മൾ പ്രാർത്ഥിക്കുക. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, എത്രമാത്രം പഠിപ്പിച്ചാലും പ്രസംഗിച്ചാലും ഇതിന്റെ മർമ്മങ്ങളൊന്നും തീരത്തില്ല. ഇന്ന് പ്രസംഗിക്കുന്ന വിഷയം നാളെ എടുത്ത് പ്രസംഗിച്ചാൽ അതിനകത്ത് പിന്നെയും നിരവധി മർമ്മങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ ഈ വചനമാകുന്ന സാഗരത്തിൽ എത്രമാത്രം ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങളും വെളിപ്പെടാനുള്ളതും ഉണ്ട്. അതുകൊണ്ട് നാം ഒന്നുകൊണ്ട് തൃപ്തരാകരുത്. ഞാൻ പഠിച്ചു കഴിഞ്ഞെന്നോ മനസ്സിലാക്കിയെന്നോ ഒന്നും ചിന്തിക്കരുത്. ഇനിയും നമുക്ക് പഠിക്കണം, ഇനിയും നമുക്ക് അറിയണം. എല്ലാത്തിലുപരി ദൈവത്തെ നാം സ്നേഹിക്കാൻ വേണ്ടിയാണ് ദൈവം പഠിക്കുന്നത്. അപ്പോൾ യേശുവുള്ള പറയാൻ നിങ്ങൾ ഒരുത്തനെ എന്നെ കാണിച്ചു കൊടുക്കും. പിന്നീട് പറഞ്ഞ ഒരു ഭാഗം 12-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. 12-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശു ഉള്ളം കലങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 12-ാം അധ്യായം 27-ാമത്തെ വാക്യം, 12-27-ാം വാക്യത്തില്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ കഥ പറയുന്നത്, താൻ
വീണ് ലോകത്തിൽ വന്ന് മരിക്കാൻ പോകുന്നു. ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ താൻ സ്നേഹിച്ചവരെ വിട്ടുപിരിയേണ്ട ആ സ്ഥിതിയിലേക്ക് വന്നപ്പോൾ പറയുകയാണ്, ഞാൻ ഈ നാഴികയിലേക്ക് വന്ന് എൻ്റെ ഉള്ളം ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ട പിതാവേ, നാഴിക നിന്ന് എന്നെ രക്ഷിക്കണമെങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ നിന്റെ നിന്റെ നാമത്തെ മഹത്വപ്പെട്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അപ്പോൾ കർത്താവ് ഇവിടെ പിതാവാൻ ദൈവത്തിന്റെ തിരികതം വെളിപ്പെടുത്തിയെടുക്കുകയാണ്. തന്നെ അയച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി കർത്താവ് ചോദിക്കുക, സമയമായോ, നാഴികയായോ, ഇവിടുന്ന് ഞാൻ മരിച്ചടക്കപ്പെടുവാൻ ഉയർത്തെഴുന്നേൽക്കുള്ള നാഴിക, കഷ്ടം സഹിക്കാനുള്ള നാഴികയായോ എന്ന് പിതാവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ചോദിക്കുകയാണ്. പുത്രൻ ചോദിക്കുകയാണ്, ഉള്ളം കലങ്ങി ചോദിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ട പിതാവ്, ഈ നാഴികയിൽ നിന്ന് നിരീക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിൽ, ഏത് നിമിത്തമാണ്? അനേക ഗോതമ്പോണികളെ ദൈവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്, തേജസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഴുന്നത്, താൻ മരിക്കുന്നതെന്നാൽ ഇത് മറ്റേതെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ നീങ്ങി പോണതിന്റെ അർത്ഥം അത് നീ തന്നതാണെന്നുള്ളത് വ്യക്തമാക്കി ലോകത്തെ വെളിപ്പെടുത്തണം. വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യനെ രക്ഷിച്ചത് എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ നാഴികയിൽ തന്നെ കഴിയുമെങ്കിൽ ഈ പാനപാഠം നീങ്ങിപ്പോകണമെന്ന് പറഞ്ഞപ്പോൾ മറ്റേതെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അത് വെളിപ്പെടണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാം, ഇല്ല എന്നറിയാം. എന്നാൽ വേറൊരു മാർഗമില്ല എന്ന് മാനവവംശത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് ഉള്ളം കലങ്ങി പറഞ്ഞത്. നിന്റെ സ്നേഹത്തിലാണ് നിന്റെ പുത്രനായിരിക്കും എന്നെ തകർത്ത് കളയുന്നത്. പിതാവേ, അത് നാഴിക വന്നെങ്കിൽ അതാകട്ടെ എന്നുള്ളത് ഇവിടെ സമ്മതിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു മാർഗവുമില്ല. ഈ സ്നേഹത്തിന് മാത്രമേ മനുഷ്യവംശത്തെ വിടിവിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് കണ്ടുകൊണ്ട് ഉള്ളം കലങ്ങിയാണ് യേശു പറഞ്ഞത്, ഈ നാഴിക എന്ന് എന്നെ രക്ഷിക്കണമെന്നതിന്റെ അർത്ഥം വേറൊരു മാർഗമില്ല എന്ന് ദൈവസ്നേഹത്തിന്റെ തികവാണ് തന്റെ പുത്രന്റെ കഷ്ടാനുഭവം എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ യേശുവിനെ വേണ്ടി പ്രിയ ദാസനായിരിക്കുന്ന ലാസർ മരിക്കേണ്ടി വന്നത് അത് അവൻ പുനരുത്ഥാനം ജീവനമാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. അന്ന് അവിടെ അവർ വേദന അനുഭവിക്കുകയും മരണം അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് കർത്താവ് ആ സ്നേഹം, ആ കുടുംബം ദൈവത്തെ സ്നേഹിച്ച മുഖാന്തരം കടന്നുപോയ വേദന കണ്ടുകൊണ്ട് യേശു കരയാനിടയാക്കി വന്നു. ഇവിടെ പിതാവാം ദൈവം തൻ്റെ പുത്രനെ യഥാർത്ഥമായി തകർത്ത് കളയുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെയും കർത്താവ് പറയുന്നത്, ഇത് നമുക്ക് നിശ്ചയമായിട്ട് കാണുന്നത് പിതാവാൻ ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക. അപ്പോൾ ലാസർ മരിച്ച് 4 ദിവസം കല്ലറയിൽ കിടന്ന് ആ കുടുംബം അനുഭവിച്ച വേദന ദൈവം കണ്ടിട്ട് ഉള്ളം കലങ്ങി കർത്താവ് കരഞ്ഞു. എന്നാൽ താൻ 3 ദിവസം കല്ലറയിൽ ഇരിക്കാൻ പോകേണ്ടത് അത് നടക്കേണ്ട കാര്യമാണ്. തന്നെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, തന്നെ മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അത് പിതാവിന്റെ രക്ഷാ ദൗത്യപൂർത്തീകരണമാണ്. ആണെന്നുള്ള ആ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഉള്ളം കലങ്ങിയതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതാണ് യേശു ഉള്ളം കലങ്ങിയതിനെ കുറിച്ചുള്ള 3 സന്ദർഭങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ലാസറിന്റെ കല്ലറയ്ക്കുള്ള മരണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ യേശുവിന്റെ അവൻ ഗോതമ്പണിയായി നിലത്ത് വീണ് ചത്ത് അവൻ കഷ്ടം സഹിക്കുന്നത് പിതാവാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണെന്നുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി ഉള്ളം കലങ്ങുന്നത് താൻ സ്നേഹിച്ച മനുഷ്യനായിരിക്കുന്ന യൂദ യേശുവിനെ വിറ്റിക്കൊടുക്കുന്നത് പോലെ യേശുവിൽ നിന്ന് എല്ലാ നന്മകളും പ്രാപിച്ച്, ദൈവത്തിന് സകല നന്മകളും പ്രാപിച്ച് അനേകര ദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിന് ഉള്ളം കലങ്ങുന്നുണ്ട്. നമുക്ക് ജീവൻ തന്ന കർത്താവാണ്, ദൈവമാണ്. പക്ഷേ മനുഷ്യൻ വിചാരിക്കുന്ന അവന്റെ കഴിവാണ്, അവന് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ കഴിവാണെന്നുള്ള ചിന്തയിൽ അവർ നീങ്ങുമ്പോൾ എന്ന രാത്രിയിൽ നമുക്ക് പറയാം, കർത്താവേ, മനുഷ്യൻ അങ്ങനെ ദൈവം തന്നതൊന്നും ഓർക്കാതെ സ്വയത്തിലും മറ്റു പലതിലും ആശ്രയിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല. കർത്താവ്, നീയാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം. അതുകൊണ്ട് സമ്പൂർണമായി ദൈവത്തിൽ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുവാൻ, നമ്മളിൽ ഇഷ്ടപ്പെടുവാൻ കർത്താവിന് സ്വർഗത്തിന് പ്രസാദം തോന്നും. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ് ദൈവമക്കൾ, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നവരാണ്. പിതാവാം ദൈവത്തെ സ്തുതി സ്തോത്രങ്ങളിൽ നമ്മൾ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നത് അതിന്റെ പ്രധാന കാര്യം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നതിനാണ്. യേശുവിനെ നമുക്ക് വേണ്ടി തന്ന, അവന്റെ രക്തം നമുക്ക് വേണ്ടി തന്ന ആ രക്തത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, ആ രക്തത്താലുള്ള ഭാവപരിഹാരത്തിന് വേണ്ടിയാണ് നാം എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമയത്തും ഇടപെടാതെ നാം എപ്പോഴും സ്തോത്രം ചെയ്യേണ്ടത് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നല്ലോ,
ആ സ്നേഹമോർത്ത് നാം മിണ്ടാതിരിക്കരുത്. ആ സ്നേഹമോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ യേശു ഉള്ളം കലങ്ങിയത് സ്നേഹമില്ലാത്ത മനുഷ്യനെ കണ്ടിട്ട് ഉള്ളം കലങ്ങിയ എന്ന് 2020 ദൈവമാമോട് ചോദിക്കുക. നമുക്ക് ഭൗതികമായിട്ട് മാത്രം കിട്ടുമ്പോഴാണോ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, അല്ലെങ്കിൽ നാം വാപൂട്ടിയിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകരുത്. എപ്പോഴും നാം സ്തോത്രം ചെയ്യുവാൻ, അത് ഈ ലോകത്തിൽ ലഭിക്കുന്നതൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ നമുക്ക് നമുക്ക് കാണുമ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നതാ. എന്നാൽ നമുക്ക് ലഭിച്ച നിത്യരക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിത്യസന്തോഷത്തോടെ ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. അതുകൊണ്ട് എഫെസ്യർ പറയുന്നത്, ഇതല്ലോ ദൈവത്തിന് ഇഷ്ടം. നമ്മളെപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യാതിൻ്റെ അർത്ഥം നാം എന്ത് കാര്യത്തിനും, പക്ഷെ നിരാശയും പ്രയാസബുദ്ധിയും ഒക്കെ വരുമ്പോഴും നമ്മൾ ഉള്ളം കലങ്ങുന്ന ആ വേളകളിലൊക്കെ അവിശ്വാസം വരാതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്ത കൃപകളെ ഓർത്ത് ധ്യാനിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാകണം. ആ ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. പറയുകയാണ്, തൻ്റെ പ്രാണസ്നേഹിതനായിരിക്കുന്ന ആ യൂദയെക്കുറിച്ച് ദൈവം ഇവിടെ ഓർക്കുമ്പോൾ യേശുവിൻ്റെ ഉള്ളം സ്നേഹം കൊണ്ട് കലങ്ങുക, അല്ലാതെ അവിശ്വാസം കൊണ്ടല്ല. മനുഷ്യന്റെ അവിശ്വാസം കണ്ടിട്ടും മനുഷ്യന്റെ സ്നേഹമില്ലായ്മയിൽ നിന്നും മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ കഠിനത കണ്ടുകൊണ്ടും ദൈവത്തിന് ഉള്ളം കലങ്ങുന്നുണ്ട്. ഇത് രാത്രി നാം ദൈവത്തിന്റെ ഉള്ളം കലങ്ങുന്നവരാണോ, അതോ ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ടാണോ നാം ജീവിക്കുന്നത്? ഇത്രമാത്രം വലിയ രക്ഷ, ഇത്ര വലിയ സ്നേഹം കാൺമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത്. ഈ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു കാര്യവും പഠിപ്പിക്കാനില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന്, അവന്റെ രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്ത ആ രക്തത്തിന്റെ ശക്തി ഓർത്തിട്ട്, അതേ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് നമ്മെ വിടിവിച്ച്, നരകാഗ്നിയിൽ നിന്ന് വിടിവിച്ച് നമ്മെ നിത്യതയുടെ സമാധാനത്തിന്റെ ജീവന്റെ മക്കളാക്കി, അധികാരികളാക്കി മാറ്റിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നമുക്ക് ലഭിക്കാനുള്ളതായ അതിമഹത്തായ സ്ഥാനം ഓർത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണ് 24 മണിക്കൂർ പോരാ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട്. പക്ഷേ അതിൻ്റെ ആഴവും നീളവും വീതിയും നമുക്കറിയാൻ കഴിയത്തില്ല. ഭക്തന്മാർ അതുകൊണ്ടാണ് പാടിയത്, അതിൻ്റെ ആഴം അറിയത്തില്ല, നീളം അറിയത്തില്ല, വീതി അറിയത്തില്ല, ഉയരം അറിയത്തില്ല, എത്രയാന്ന് അറിയത്തില്ല. അത്രമാത്രം ഗഗനമാണ് ദൈവസ്നേഹം. ഇന്ന് രാത്രിയിലും ആ ദൈവസ്നേഹമാണ് നമ്മെ തേടി വന്നിരിക്കുന്നത്. ഓർത്തുകൊണ്ട് ദൈവത്തിന് നാം സ്തോത്രം കരയറ്റണം. നമ്മുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ പ്രയാസങ്ങളും വേദനകളും ലോകത്തിന്റെ സംഭവങ്ങളും ഒക്കെ അവിശ്വാസം വരാം. എന്നാൽ ഒരിക്കലും നമ്മെ രക്ഷിച്ച, നമ്മെ വിടിവിച്ച ദൈവസ്നേഹത്തിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകാതെ ദൈവം നിൽക്കണം. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പൗലോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, വലിയ കഷ്ടത്തിൽ അകപ്പെട്ടു, മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു, ജീവൻ കിട്ടുകയില്ലെന്ന് വിചാരിച്ചു ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കിട്ടാം, നശിച്ചു പോകാം എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ട്. ഭൗമികമാണ്. എന്നാൽ ഒരിക്കൽ പോലും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകുവാനുള്ള അവിശ്വാസം അവന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ നാം അവിശ്വാസത്തിലാക്കിയിട്ടരുത്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യമല്ല. ദൈവമേ, നീ നിന്റെ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചല്ലോ, അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ വലിയ സ്നേഹം, ഇത്ര വലിയ സ്നേഹം ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് തന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. യൂദയുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവൻ എങ്ങനെ അത്രമാത്രം അവിശ്വസിക്കാൻ പറ്റി, എങ്ങനെ ദൈവത്തിൽ നിന്ന് അന്യപ്പോവാൻ പറ്റി? അത് മാത്രമല്ല, പിന്നെയുള്ള സംഭവങ്ങൾ കാണുന്നത്, യേശുവിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചവർ, യേശുവിനെ ഹോശന്ന പാടിയവർ ഒക്കെയാണ് യേശുവിനായി എതിരായി അതേ വീതിയിലൂടെ ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം എഴുന്നേക്കുവാനിടയാത്തുന്നത്. അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയപ്പോൾ യേശു ഉള്ളം നൊന്ത് കലങ്ങി. നമുക്കും അങ്ങനെ ഉള്ളം നൊന്ത് കലങ്ങാറില്ലേ? നാം മാത്രമായി സ്നേഹിക്കുന്നവർ നമുക്കെതിരായി നിൽക്കുമ്പോൾ ഉള്ളം നൊന്ത് കലങ്ങാറില്ലേ? നമ്മുടെ കുറവുകൊണ്ടല്ല, ഒരുപക്ഷെ സംശയം കൊണ്ട് മറ്റെന്തും കൊണ്ടെങ്കിലും നമ്മളിന്ന് മാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ വിഷമുണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉള്ളം കലങ്ങിയത് യൂദ, അവൻ ഒരിക്കലും അങ്ങനെ നിൽക്കേണ്ടവനായിരുന്നില്ല. എന്നാൽ അവൻ സാത്താനാൽ പിടിപെട്ടപ്പോൾ അവന് മാനസാന്തരപ്പെടാൻ കഴിയാതെ, തിരിച്ചുവിടാൻ കഴിയാതെ, മടങ്ങി വരാതെ വണ്ണം അവൻ പാപത്തിലാക്കപ്പെടുവാൻ ഇടയാത്തുന്നത് കണ്ടാണ് യേശുവിടെ ഉള്ളുന്നുണ്ട് കലങ്ങിയത്. നിങ്ങളൊരുവൻ എന്നെ കാണിച്ചു കൊടുക്കാം എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നുവെന്ന് ശിഷ്യന്മാർ സംശയിച്ചു, തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാറുവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ഇത് യോഹന്നാൻ അപ്പോസ്തലനാണ്. തൻ്റെ പേരൊരിക്കലും ഒരിടത്തും താൻ എടുത്തു പറഞ്ഞിട്ടില്ല.
എന്നാൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് താനിവിടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ ക്രൂശെങ്കിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുമ്പോൾ യോഹന്നാനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടവന്റെ സാക്ഷി എഴുതി അവന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ അവനാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്റെ സ്ഥാനം എപ്പോഴും യേശുവിന്റെ നെഞ്ചിനോട് മാറുപെടുത്തി ചാരിയിരിക്കുമായിരുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ സ്ഥാനം ക്രിസ്തുവിന്റെ മാർവിനോട് ചേർന്നായിരിക്കുന്നത്. ഞാനതേക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ രഹസ്യം, അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിഞ്ഞ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ എന്ന അപ്പോസ്തലൻ. യോഹന്നാൻ യേശുവിന്റെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ യേശുവിന്റെ മാറുവിടത്തിൽ ചാരിയിരിക്കുമായിരുന്നു. അവൻ, ഞാൻ വിചാരിക്കുന്ന അർത്ഥമാത്ര ക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനം തിരിച്ചറിഞ്ഞൊരു വ്യക്തിയില്ല. അതുകൊണ്ടാണ് യേശു സ്നേഹിച്ച അടിമശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ പത്രോസോട് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ട് എന്ന് ചോദിക്കും. നമുക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളോട് ആരാണെന്ന് ചോദിക്കാൻ പറയും. യേശു ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ യേശു സ്നേഹിക്കുന്ന യോഹന്നാൻ, അത് ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. ദൈവം ഓരോരുത്തരെയും പ്രത്യേക രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പോൾ പത്രോസിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ദൈവം അവനെ അതിലേക്ക് കൊണ്ടുവന്നു. യോഹന്നാൻ ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവന് കൊടുത്തു. അത് ഭാവിയിൽ പറഞ്ഞിരുന്ന രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ദൈവസ്നേഹം ചൊരിയപ്പെട്ടപ്പോൾ പത്മോസിൽ വെച്ച് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായിരുന്നു. അവനോട് അങ്ങി കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു. ആ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ നെഞ്ചോട് ചാഞ്ഞ് രഹസ്യമായിട്ട് ചോദിക്കുക. നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു. യേശു അനുത്തരം പറഞ്ഞു, ഞാൻ അപ്പകണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ടം മുക്കി ശിമോൻ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. സാക്ഷീകരിച്ചു, അവിടെ സംഭവിച്ചു, കാണിച്ചു കൊടുത്തു. ഞാൻ കണ്ടം മുക്കി ശിമോൻ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ടം വാങ്ങിയ ഉടൻ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവരായിട്ടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷ ആദ്യം ചെയ്തത്, അതിനുശേഷമാണ് സഭയോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷയിലേക്ക് വരുന്നത്. ഇവിടെ അത്താഴത്തോടുള്ള ബന്ധത്തിൽ അപ്പകണ്ടം മുക്കി ചാറ്റിൽ മുക്കി ഈ ശിമോൻ ഇസ്കറിയാത്താവിന് കൊടുക്കുന്നു. അതാരാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അടയാളമായിട്ട് പറഞ്ഞു, ഇതാണ്, നീ തന്നെയാണെന്ന് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ തന്നെയാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവനോട് വെളിപ്പെടുത്തിയാണ് അവിടെ കണ്ണം ചെയ്യുന്ന വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിരിവിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. അപ്പോൾ നീയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങോട്ട് അതേക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നില്ല. കാരണം ഒരുമിച്ച് പോയി പ്രവർത്തിച്ചവരാ അവര്. ഈ യൂത എങ്ങനെ ചെയ്യുമെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ഹൃദയത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ആർക്കും പിടികിട്ടാൻ വയ്യാത്ത രീതിയിലാണ് അവൻ എല്ലാ കാര്യങ്ങളും പശ്ചാത്തലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവന്റെ സ്വഭാവവും അവന്റെ ഇടപെടലും അവന്റെ പ്രവൃത്തിയൊന്നും പുറമേ കണ്ട ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണ്. ഇവര് അപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. യേശു ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോലും ഇവർക്കത് മനസ്സിലായില്ല. ഇസ്കറിയാത്താവിന്റെ യൂതയെ കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടൻ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. അത് വാങ്ങിയ ഉടൻ തന്നെ അത് സാത്താൻ അവനിൽ കടന്നു. യേശുവിനെതിരെ കുതികാൽ ഉയർത്തി. ആണ് സംഗീതത്തിൽ പറയുന്നത്, എൻ്റെ അപ്പം തിന്നനുമായ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. വചനം നിവർത്തിയിരിക്കാൻ വേണ്ടിയാണ് യേശു അപ്പം കൊടുത്തത്. സാത്താൻ അവനിൽ കടന്നു. യേശുവിനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഇങ്ങനെ തക്കം പാർത്ത് കിടക്കുകയായിരുന്നു. ഇത് യേശു സാക്ഷീകരിച്ച് കൊടുത്തോടുകൂടി സാത്താൻ അവനിൽ കടന്നു. യേശു പറഞ്ഞു, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം, നീ കാണിച്ചു കൊടുക്കാനുള്ളത്, എന്നെ കാണിച്ചു കൊടുക്കാനുള്ളതാ, അത് നീ വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ് കർത്താവോട് പറഞ്ഞത്. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞു എന്ന് പന്തിരിവിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കലാകിയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. സാധാരണ കഥ പറയുന്നത് ദരിദ്രർക്ക് വല്ലതും കൊടുക്കാനും അല്ലെങ്കിൽ വല്ലതും മേടിപ്പാനോ ഒക്കെ ദൈവം പറയുന്നത് യൂദയോടാണ്. കാരണം യൂദയാണ് ട്രഷറാണത് വാങ്ങിക്കേണ്ടത്. അതുകൊണ്ടോട് ആരും ട്രഷറാകാതിരിക്കുമെന്ന് വേണ്ട.
വിശ്വസത്തോടെ ചെയ്താൽ മതി. ചിലരായിരിക്കും ഈ പണസഞ്ചി ഇരിക്കുന്നതുകൊണ്ട് യൂതർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പണം, അങ്ങനെയൊന്നുമല്ല. ദൈവസഭയ്ക്ക് സ്ഥാന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വിശ്വസത്തോടെ ചെയ്യേണ്ടതാണ്. ഇവിടെ പണസഞ്ചി കൊടുത്തതുകൊണ്ട് അവൻ ഇരുന്നതുകൊണ്ട് അവനത് വിശ്വസത്തോടെ ചെയ്താൽ മതി. കർത്താവിനോട് പറഞ്ഞത് പലപ്പോഴും പറയാറുണ്ട്, വേണ്ടുന്നത് മേടിപ്പാനോ ചരിത്രക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്ന ചിലർക്ക് തോന്നി. കർത്താവിന് പറയും അവർക്ക് കൊടുത്തേര്, ഇങ്ങനെ ചെയ്യേ എന്നുള്ളത് കർത്താവിനോട് പറയുമായിരുന്നു. അപ്പൊ ഇതിലിട്ടതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് അവനിഷ്ടമല്ലായിരുന്നു. നമുക്കറിയാം, പരിമള തൈലം കൊടുത്ത സമയത്ത് അവൻ വിചാരിച്ചത് ഇതങ്ങ് വിറ്റിട്ട് ഇതും കൂടി ഇങ്ങോട്ട് തന്നിരുന്നെങ്കിൽ എന്റെ ഗീശയിടാമെന്നാണ് വിചാരിച്ചത്. ഇതെങ്ങനെയാ വിചാരിച്ചത്? എന്തിനാ വെറും ചിലവെന്നാണ് വിചാരിച്ചത്. ഇതെല്ലാം അങ്ങനെ വിചാരിക്കും, കൺവെൻഷൻ കാർത്തി എന്തിനാ പൈസ, അതെല്ലാം അവിടെ ഇങ്ങോട്ട് രൂപിച്ച് വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെയല്ല. അപ്പൊ ദൈവനാമത്തിന് വേണ്ടിയുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദൈവത്തിന് ചെയ്യണം. അപ്പം ആ പരിമള തൈലം പൂശുന്ന സമയത്ത് അതെന്തിനാ അത്ര വലിയ ചെലവ്? ഇവനവിടെ ജഡ്ജന്മാരെ കുറിച്ചുള്ള ചിന്ത കൊണ്ടൊന്നും പറഞ്ഞതല്ല. അവന് അത് നമ്മൾ ചിന്തിച്ചിരുന്നു. അവൻ വിചാരിച്ചു 300 വെള്ളിക്ക, അത് ഇത്രയും വെള്ളിക്കാശുണ്ട്, യേശുവിനെ വിറ്റിട്ട് കിട്ടുന്നത് 30 വെള്ളിക്കാശേ ഉള്ളൂ, 10 ഇരട്ടിയാണ്. അവൻ എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കണക്കൂട്ടലാണ് അവനുള്ളത്. ദ്രവ്യാഗ്രഹം അവനെ സകലത ദോഷത്തിന് കാരണമാക്കി തീർത്തു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ എല്ലാം ഇതിനെക്കുറിച്ച്, സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. എല്ലാം അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ചിന്തയാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നും നമുക്ക് ഫലപകരമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം സ്വരൂപിച്ച് വെച്ചാൽ ഇത്രയാകത്തില്ല എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ദൂർത്തടിക്കണമെന്നല്ല അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഇവര് ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ യൂദ ആണ് ചെയ്യുന്നതുകൊണ്ട് യേശുവോട് പറഞ്ഞെന്നാണ് അവർ വിചാരിച്ചത്. വേണ്ടത് പഠിപ്പാനോ ദരിദ്രർക്ക് വല്ലത് കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്ന ചിലർക്ക് തോന്നി. കണ്ണം വാങ്ങിയ ഉടൻ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രി ആയിരുന്നു. 18-3 വാക്യത്തില് അപ്പോൾ രാത്രി അവനെ പിടിക്കാൻ വന്ന രാത്രി. രാത്രി ആരംഭിക്കുകയാണ്. രാത്രി എന്താണ്? രാത്രി ആർക്കും പ്രവർത്തിച്ചുകൂടാൻ വയ്യാത്ത രാത്രി വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആ രാത്രിയുടെ ആരംഭം ഇവിടെ തുടങ്ങുകയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ വയ്യാത്ത രാത്രി. പക്ഷേ ആർക്കും പ്രവർത്തിച്ചുകൂടാൻ വയ്യാത്ത രാത്രി ആയിരുന്നെങ്കിലും വെളിച്ചത്തിൽ നിൽക്കണമെന്നുള്ള ദൈവവചനത്തിന്റെ സത്യത്തെ വെളിപ്പെടുത്തി രാത്രി നമ്മളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സന്ദേശങ്ങൾ, പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അനാഥനായി വിടുകയില്ല എന്നുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞുറപ്പിക്കുകയാണ് ബാക്കിയുള്ള ഭാഗം. അതാണ് യൂദ എഴുന്നേറ്റ് പോയി. അവൻ പോയ ഉടൻ ശേഷമായി യേശു പറഞ്ഞത്. അപ്പോൾ ഇവൻ പോയ ശേഷമായി ഇരുൾ വ്യാപരിക്കുന്ന തുടങ്ങിയപ്പോൾ ഇരുൾ പിടിക്കാതിരിക്കുവാൻ, ഇരുളിൽ അകപ്പെടാതിരിക്കുവാൻ ആ ഒരു ശിഷ്യൻ, യേശുവിന്റെ അനുമശിഷ്യനായിരുന്ന, അല്ലെങ്കിൽ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനായിരുന്ന, അവൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. അവൻ സാത്താൻ അവനിൽ കടന്ന് സാത്താൻ അവനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ യേശു ബാക്കി 11 പേരോട് സംസാരിക്കുന്നത് അവർ പിടിക്കപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, പരീക്ഷ അകപ്പെടാതിരിക്കാൻ വേണ്ടി, അവരെ ദൈവത്തിന് തന്നെ നിർത്താൻ. അതാണ് പറഞ്ഞത്. നമുക്ക് വായിക്കാൻ കാണാറുണ്ട്, സാത്താൻ ശിമോനെ നിന്നെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു, എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടത് ഞാൻ സമ്മതിച്ചില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരെ കുറിച്ച് അവൻ വാദിക്കും, വിട്ടുതരാൻ പറയും. ഇവന്റെ ആ ഹൃദയകാഠിന്യത, അവൻ്റെതായിട്ടുള്ള പൊയ്മുഖം ആ ദൈവത്തിന് അവനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ല. അവൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അവൻ തള്ളപ്പെടുവാൻ. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഒരിക്കലും അഭിനയിക്കുകയല്ലായിരുന്നു. അതിൻ്റെ അകത്തെല്ലാം ആത്മാർത്ഥമായ അനുതാപമുണ്ടായിരുന്നു. അതാണ് ദൈവത്തിന് ഇഷ്ടമാക്കുന്നത്. അവൻ പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. പാപം ചെയ്യാത്ത മനുഷ്യനില്ല. പാപിയെ യേശു സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അത് പൊതിഞ്ഞു കെട്ടി വെച്ചുകൊണ്ട് യേശുവിന്റെ സന്നിധിയിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മൾ ദൈവത്തോട് സമ്മതിച്ചാൽ അവർ ക്ഷമിച്ചു തരും. ഇവിടെ യൂദ അവന്റെ പാപം മുഴുവനും അവൻ ഒതുക്കിക്കെട്ടി, അവൻ രഹസ്യമായിട്ട് ഒരു കാര്യം പോലും യേശുവിനോട് സമ്മതിക്കാതെ നീ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അവൻ പശ്ചാത്തപിക്കാതെ അവന്റെ ഉള്ളിൽ സാത്താൻ കടന്ന് അവനെ കഠിനപ്പെട്ട് കൊണ്ടുപോയതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ശിക്ഷകണത്തെ കർത്താവ് ഉറപ്പിക്കുകയാണ് ബാക്കിയുള്ള ഭാഗത്തിലും കാണുന്നത്. അപ്പോൾ ആ മാളിക മുറിയിൽ നിന്ന് തന്നെ കർത്താവ് ഇവൻ എഴുന്നേറ്റ് പോയി. ഇപ്പോൾ രാത്രിയായിരുന്നു. രാത്രി പറഞ്ഞാൽ എഴുന്നേറ്റ് പോയി. അവൻ യേശുവിനെ പിടിക്കാനുള്ളതായ തക്കം മനസ്സിലായി. ഇനി എങ്ങോട്ടാണ് പോകുന്നുള്ളതും ഇവന് മനസ്സിലായി. യേശു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോകുന്നത് ഒലിവുമലയ്ക്ക് പോകും, അവിടെ നിന്ന് ഗെത്സമനയിൽ എത്തും എന്നുള്ളത് യൂദയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അവൻ എഴുന്നേറ്റ് അവൻ പോകാൻ ഇടയായിട്ട് വന്നു. കർത്താവിന്റെ പദ്ധതികൾ എന്താണെന്നുള്ളത് അവൻ മനസ്സിലായി. ഇനി സാധാരണ രീതിയിൽ
അത് മനസ്സിലായി. ഇവിടുത്തെ ഈ പരിപാടി കഴിഞ്ഞാൽ കർത്താവ് പോകുന്ന ഒലിമലയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഗെത്സമന തോട്ടത്തിലേക്ക് പോകും. പതിവായി അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാ മേഖലകളിലും യേശു പതിവായി പ്രാർത്ഥിക്കുന്ന ഗെത്സമനയല്ല. യോധിക്കറിയാമായിരുന്നു അവസാനമായി യേശു ഗെത്സമനയിൽ എത്തുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ പുറപ്പെട്ടു പോയി. സാത്താൻ അവനിൽ കടക്കുവാടെ തന്നു. സാത്താൻ പ്രേരണ കൊടുത്ത് സാത്താൻ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വഴി ഒരുക്കി കൊടുത്ത് യേശു സംസാരിച്ചിട്ട് പോലും അവന്റെ കാല് കഴുകിയിട്ട് പോലും അവന് തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം അവൻ കഠിനപ്പെട്ടു പോയി. അവൻ മുഖം മൂടി ധരിച്ചവനായി അവൻ ഇരുന്നു. അവന് മാനസാന്തരപ്പെടാൻ കഴിയാതെ പോയി. യേശു അതേ ഓർത്ത് ഉള്ളം നൊന്ന് കലങ്ങി. ഒരുവൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ മടങ്ങി വന്നില്ല. അവനാണെന്ന് പറഞ്ഞിട്ട് പോലും അവന് മാറ്റം വരാതെ അവൻ എഴുന്നേറ്റ് പോകുവാൻ കഴിയാത്തവൻ അത്രമാത്രം പിശാച് ദിവ്യാഗ്രഹത്താൽ അവനെ കുടുക്കിയിരുന്നു. അതിനുശേഷമായി യേശു സംസാരിക്കുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ പിതാവാം ദൈവം മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ഗ്ലോറിഫിക്കേഷൻ. കർത്താവ് പറയുകയാണ്, ഇനി എന്നെ മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിന് ശേഷം വെള്ളത്തെ വീഞ്ഞാക്കിയ ശേഷം കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഒരു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ വെള്ളത്തെ വീഞ്ഞാക്കി യേശുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശുശ്രൂഷ പര്യവസാനിക്കുക. അപ്പോൾ ഇനി തന്നെ ഏൽപ്പിച്ച ആ മഹത്വകരമായ രക്ഷയുടെ അത് പ്രദർശനം നടക്കാൻ പോവുകയാണ്, അത് വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. അതിനാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ പിതാവിന്റെ ഇഷ്ടമെല്ലാം ചെയ്യുന്നവരെ അത് പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള നാഴികയായി മഹത്വീകരിക്കപ്പെടാൻ പോകുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. തന്നിൽ തന്നെ പിതാവ് പ്രസാദിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ മൃതൻ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവാം ദൈവം തന്റെ പുത്രനെ വെളിപ്പെടുത്തിയെങ്കിൽ മറുമലയിൽ വെച്ചും വെളിപ്പെടുത്തുവാടെ എത്തുന്നു. ഇവിടെ കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് പിതാവാം ദൈവം തന്റെ പുത്രനെ മഹത്വപ്പെടുത്തുന്നു. അഥവാ ഗ്ലോറിഫിക്കേഷൻ. തന്നെ ഭൂമിയിൽ നിന്ന് തന്റെ തേജസ്സിലേക്ക് എടുക്കുന്ന, തന്നിൽ വെളിപ്പെടുത്തുവാനുള്ള പ്രവൃത്തി പൂർത്തീകരിക്കുന്ന നാഴികയായി എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. അവൻ്റെ അർത്ഥം തന്റെ പ്രവൃത്തി ക്ഷണത്തിൽ തീർക്കും. ആ മഹത്വത്തിന്റെ പ്രവൃത്തി യേശു ചെയ്യും. മഹത്വത്തിന്റെ രാജാവായിരിക്കുന്ന ക്രിസ്തു തന്റെ മഹത്വത്തിന്റെ പ്രവൃത്തി ക്ഷണത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഓശനെ അവർ പാടിയല്ലോ. അവര് പാടിയ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിച്ചിരുന്നു. അവർ പാടുന്ന പാട്ടുകൾ രക്ഷിക്കണം, യഹോവ രക്ഷിക്കണമെന്ന് ഇസ്രായേൽ പാടുന്നെങ്കിൽ മാനവംശത്തിന്റെ രക്ഷയ്ക്കായി യേശു തന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാത്തതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറയാണ്, കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞുവെന്ന് മാത്രം നിങ്ങളോട് കൂടിയിരിക്കും. ഇവിടെ കുഞ്ഞുങ്ങളെ എന്നുള്ള സംബോധന, ഇപ്പം ക്രിസ്തുവിനെ 33 വർഷത്തോളം ബന്ധത്തിലുള്ള ശുശ്രൂഷ പൂർത്തീകരിച്ചപ്പോൾ യേശു അവൻ തലമുടി വെളുത്ത നിർമ്മലമായ പഞ്ഞി പോലുള്ള ആ തലമുടിയുള്ള ബന്ധത്തിലാണ് വെളിപ്പാടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ യേശുവോടെ വെളിപ്പെടുത്തുന്നത് തൻ്റെ അനാദികാലം മുതലുള്ള ആ പ്രായത്തെ വെളിപ്പെടുത്തുകയാണ്. അതാണ് ഇവിടെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തുന്ന തൻ്റെ പ്രവൃത്തി. ഇപ്പോൾ ഇതുവരെ മനുഷ്യനായിട്ടുള്ള തൻ്റെ ശുശ്രൂഷ എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ കഥ പറയുകയാണ്, തൻ്റെ അനാദി മുതലുള്ള ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന തൻ്റെ തികവിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഞാൻ കുറഞ്ഞുവെന്ന് മാത്രം നിങ്ങളോട് കൂടിയിരിക്കും. യേശുവിന് ശേഷവും കുഞ്ഞുങ്ങളെ കൂട്ടം വല്ലതും ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചത്. അപ്പൊ അവരെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കഥ അവരെ കാണുവാട്ടടിയെത്തുന്നത് അവന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യരുടെ ബന്ധത്തിൽ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ദാസൻ യജമാനൻ എന്നൊക്കെയുള്ള ബന്ധത്തിൽ പറഞ്ഞ ശേഷമായി ഇവിടെ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ യേശുവിന് അനാദിയായിട്ടുള്ള ദൈവത്വത്തെ വെളിപ്പെടുത്തിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ പോകുന്ന എന്നെ കുറഞ്ഞുവെന്ന് മാത്രം നിങ്ങളോടുകൂടി ഇരിക്കും. എന്താ പറഞ്ഞു? കുറഞ്ഞുവെന്ന് മാത്രം നിങ്ങളോട് കൂടി ഇരിക്കും. ഞാൻ പിതാവിൻ്റെ അടുത്ത് പോവുകയാണ്.
ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെപ്പോലൊരു മനുഷ്യനായി പ്രായമൊക്കെ 33 വയസ്സൊക്കെ ഉള്ളത്. ഇനി അധികം താമസിയാതെ ഞാൻ മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പുരാതനായിരിക്കുന്ന ദൈവമാണ്. അവിടെ പറയുന്ന കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നിങ്ങളോടും പറയുന്നു. പറഞ്ഞു യഹൂദന്മാരോട് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ലെന്ന്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ 13-ാം അധ്യായം അല്ലെങ്കിൽ പെസഹയുടെ ബന്ധത്തിൽ 2 കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. ഒന്ന്, പുതിയൊരു നിയമം യേശു സ്ഥാപിച്ചത് രക്തത്താലുള്ള, യേശുവിന്റെ രക്തത്താലുള്ള നിയമമാണ് പുതിയൊരു നിയമം. പുതിയൊരു കൽപ്പന എന്നുള്ളത് അത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സ്നേഹാധിഷ്ഠിതമായ പുതിയ നിയമവും സ്നേഹാധിഷ്ഠിതമായ പുതിയ കൽപ്പനയുമാണ് ക്രിസ്തു മുഖാന്തരം ലോകത്തിന് ദൈവം തന്നപ്പോൾ അധികം കൽപ്പനകൾ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ആടുകളുടെയും ഒക്കെയും രക്തം കൊണ്ടുള്ള നിയമം അവരിൽ സംസാരിച്ച ശേഷമായി നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു കൽപ്പന അവിടെ കൊടുത്തില്ല. കാരണം അത് സ്നേഹിക്കാൻ കഴിയാത്ത ഇതാണ്. തമ്മിൽ വൈര്യമായിരുന്നു, അവർക്ക് ചേരാൻ കഴിയത്തില്ലായിരുന്നു, അവിടെ ഉച്ചനീചത്വങ്ങളാണ് ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ജീവൻ തന്ന യേശു എന്ന കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് പുതിയ നിയമം രേഖപ്പെടുത്തിയപ്പോൾ അത് ജീവന്റെ പ്രമാണമായതുകൊണ്ടാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുന്നത്. എന്ന് നമുക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, ആ രക്തത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ആ കുഞ്ഞാടിന്റെ രക്തം, അവന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മൾ പലരെയും സ്നേഹിച്ചാൽ നമുക്ക് തിരിച്ചാ സ്നേഹം കിട്ടത്തില്ലായിരിക്കാം. എങ്കിലും നമ്മൾ ആവോളം എല്ലാവരെയും സ്നേഹിക്കുക. എന്തെങ്കിലും ലഭിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നോ എന്നുള്ള രീതിയിലൊന്നും അല്ല നാം സ്നേഹിക്കുക. അങ്ങനെയല്ല നമ്മളെ സ്നേഹിച്ചത്. എല്ലാം തന്നവൻ നമ്മളെ സ്നേഹിച്ചു. നമ്മൾക്ക് വേണ്ടി അവൻ തൻ്റെ ജീവനെ തന്ന് നമ്മളെ സ്നേഹിച്ചു. കർത്താവ് പറഞ്ഞു അതിൻ്റെ പുതിയ നിയമമാണ്. കർത്തമേശുള്ള ബന്ധത്തിൽ, പെസഹയുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നതിൻ്റെ അപ്പമാണ്, എൻ്റെ ശരീരമാണ്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ നിത്യജീവന് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാണ്. ഇത് പുതിയ നിയമത്തിൻ്റെ നിയമരക്തമാകുന്നു എന്ന് പറഞ്ഞ ശേഷമായി പുതിയൊരു കൽപ്പന ദൈവം തന്നു. അത് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയൊരു കൽപ്പനയാണ് ദൈവം തന്നത്. അപ്പോൾ 10 കൽപ്പനകൾ കൽപ്പനകൾ എഴുതി മോശയ്ക്ക് കൊടുത്തപ്പോൾ അവർക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനുള്ള വ്യവസ്ഥ അവർക്ക് ലഭിച്ചില്ല. കാരണം അത് അന്ന് വരെ പാപം മാറാത്തതുകൊണ്ട് സ്നേഹിക്കാൻ കഴിഞ്ഞു. എന്നാൽ പാപം മാറിയ വിശുദ്ധന്മാർക്കും ദൈവമക്കൾക്കുമേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ലോകത്തിൽ നിന്ന് ദൈവസഭയെയും ദൈവമക്കളെയും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പരസ്പരമായിട്ടുള്ള സ്നേഹമാണ്, ആത്മബന്ധമാണ്, ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ ഒരു കുടുംബത്തിലെ സഹോദരങ്ങളെക്കാൾ മറ്റു ഉറച്ചൊരു സ്നേഹബന്ധം ഈ ദൈവസഭകൾ, ദൈവമക്കൾ തമ്മിലുണ്ട്. ആ സ്നേഹബന്ധത്തിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നത് കുഞ്ഞാടിന്റെ നിത്യജീവന്റെ നിത്യശക്തിയാണ്. ആ സ്നേഹമാണ് ദൈവം തന്ന കൽപ്പന. അതുപോലെ നമ്മുടെ കൽപ്പന നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകും. ഈ കൽപ്പന പലപ്പോഴും നമ്മൾ ലംഘിക്കാറുണ്ട്. നമ്മൾ ലംഘിക്കുന്ന ക്രിസ്തുവിന്റെ കൽപ്പന പ്രമാണിക്കാതെ, ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ, എനിക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ രാത്രി സമ്മതിക്കുക. വേണ്ടതുപോലെ സ്നേഹിപ്പാനോ എല്ലാവരെയും കരുതുവാനോ എല്ലാവരെയും സ്നേഹിപ്പാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല കർത്താവ്. അപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന കൽപ്പന ദൈവം തന്നിട്ടുണ്ട്. ആ കൽപ്പനയാണ് ഏറ്റവും വലിയ കൽപ്പന. അത് പ്രമാണിക്കുവാൻ കൃപ നൽകണമെന്ന് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരെയും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശു സ്നേഹിച്ചു. കാണിച്ചു കൊടുക്കുന്ന ശിഷ്യനെ പോലും യേശു സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെ സ്നേഹിപ്പാൻ നമ്മളിപ്പോഴും വാശിയും വൈരാഗ്യവും മാറ്റിവെക്കുന്നതൊക്കെയാണ്. കാരണം അത് മനുഷ്യനാണ്. ഞാൻ മനുഷ്യനായതുകൊണ്ട്, നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നതെന്ന്. നമുക്കത് സാധിക്കത്തില്ല. കഥാപാത്രങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹത്തിലേക്ക് വരാൻ, ശത്രുക്കളെ പോയിട്ട് സ്വന്തം ആൾക്കാരെ പോലും സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് കഥ തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ആ പദവി നമ്മൾ അതുപോലെ ആകണമെന്നാണ്. നമുക്ക് അത്രയും ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ, കർത്താവേ നിന്റെ ആ സ്നേഹം എന്നിൽ പകരണമേ, എനിക്ക് സ്നേഹിപ്പാൻ, ആവോളം സ്നേഹിപ്പാൻ. അതായത് നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ മറ്റൊരു കാര്യം പറയുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. അതാണ് സ്നേഹം എന്നുള്ളത്. നമ്മൾ വാക്കുകൊണ്ടും അല്ല, വാക്കുകൊണ്ട് ഒരുപാട് സ്നേഹം കാണിക്കാൻ കഴിയും. അതല്ല, ഒരുത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ അത് ആത്മാർത്ഥം പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്.
നമ്മളൊരു കാര്യത്തിന് ഇടപെടുമ്പോൾ ആ വിഷയം അത് എങ്ങനെ നമുക്ക് ഭംഗിയായി ചെയ്തെടുക്കാൻ നമുക്കത് ചെയ്തു കൊടുക്കാൻ കഴിയും. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുന്നത്, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത്. വാക്കുകൊണ്ട് കെട്ടിപ്പിടിച്ച് നമ്മൾ ചുമ്മനം കൊടുത്ത് നമ്മൾ പോകുന്നത് കാണിക്കാൻ സാധിക്കും. അത് പുറമെയുള്ള സ്നേഹം അത് വേണം. എന്നാൽ അകമയൊരു സ്നേഹം, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നതാണ്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു നിയമം, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അത് ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ സ്നേഹം എന്നുള്ളത് അത് ഒരിക്കലും കണ്ടീഷനായിട്ടുള്ളതല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. രാത്രിയിൽ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുകയാണ്, ഈ പുതിയൊരു കൽപ്പനയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതേ ആ പുതിയ കൽപ്പന പുതിയ രക്തത്തിൻ്റെ നിയമത്താലുള്ള പുതിയ കൽപ്പനയാണ്. കർത്താവ് യൂത പോയ ശേഷമായി അവിടെ വെച്ച് 11 പേരോട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മളോട് ദൈവം സംസാരിക്കുക. കർത്താവ് തന്നെ സ്നേഹിച്ച് നമ്മളെ വെളിപ്പെടുത്തുകയാണ്. നമ്മളോട് കർത്താവ് പറയുന്നത്, അവൻ നമ്മളെ സ്നേഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. ആ സ്നേഹത്തിനകത്ത് ശാസന കാണും, അതിനകത്ത് ശിക്ഷണം കാണും. അതൊക്കെയും നമുക്കത്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ ശാസിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്നേഹത്തിൽ നിന്നാണ്, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ, നാളെ ഫലപ്പെടാതിരിക്കാൻ വേണ്ടി. കർത്താവ് നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും, അതാണ് യഥാർത്ഥമായ സ്നേഹം. അതല്ലാതെ നിനക്ക് എന്തെങ്കിലും വന്നോട്ടെ ഭവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ ഇടപെടുന്നുള്ള രീതിയിലല്ല. അത് ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെട്ട് നമ്മൾ അവർക്ക് ആ വഴി ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞു കൊടുക്കുന്നത് നമ്മളവരെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അല്ലെ, എനിക്ക് എന്താ അതിനകത്ത് കാര്യം, അവരോട് കിടന്നോട്ടെ എന്നുള്ള ചിന്തയാകും. അങ്ങനെയാണ് നമ്മൾ സുവിശേഷം അറിയിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട. എന്തുകൊണ്ടാ? ക്രിസ്തുവിന് സ്നേഹമുള്ളത് കൊണ്ടാണ്. അത് എന്നെ വിടിപ്പിച്ച കർത്താവ്, നരകാഗ്നിയിൽ നിന്ന് വിടിവിച്ച എൻ്റെ കർത്താവ് മറ്റുള്ളവരെ വിടിവിക്കണം. അതിനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കത് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. നമ്മളാവോളം ചെയ്യുവാൻ കർത്താവ് വഴി തുറന്നു തരുമ്പോൾ അതിനുള്ള നമുക്കത് കർത്താവിൻ്റെ കൽപ്പനയെ പ്രമാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ സുവിശേഷ വഴിയിലേക്ക് നമുക്കിറങ്ങാം. ദിവസങ്ങളിൽ സ്നേഹത്തിൻ്റെ മക്കളായി സഭകളിൽ നമുക്ക് വർദ്ധിക്കാം. മറ്റാരുടെയും ദോഷമല്ല, എല്ലാവരുടെ നന്മ കാണുവാൻ ഇടയാകുവാൻ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ കർത്താവ് നമുക്ക് ആർക്കും, പിതാവ് ദൈവം ഒരിക്കലും തൻ്റെ മക്കൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ രക്ഷപരിജ്ഞാനപൂർത്തിയാണ് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ദിവസങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം തേക്കുവാൻ നമുക്കും തമ്മിൽ തമ്മിൽ സ്നേഹിക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നത്, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദിവസങ്ങളിൽ എല്ലാവരും അറിയത്തക്കവണ്ണമുള്ള സ്നേഹമുള്ള സഭകളായി തീരുവാൻ ദൈവസഭകൾ ആയിത്തീരട്ടെ. നമ്മുടെ കുടുംബമായിത്തീരട്ടെ. ഇരുൾ നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങളുള്ള സ്നേഹം, കുടുംബങ്ങളിലുള്ള സ്നേഹം, മറ്റുള്ള സ്നേഹമെല്ലാം വെളിപ്പെടുവാൻ കർത്താവിൻ്റെ കാര്യങ്ങളെ ഏൽപ്പിക്കാം. കുറവുകളെ ഏറ്റുപറയാം. രാത്രി സമർപ്പിക്കാൻ. കർത്താവെ, നീ പറഞ്ഞിരിക്കുന്ന പോലെ പുതിയ കൽപ്പന പലപ്പോഴും ഞാൻ ലംഘിച്ചിട്ടുണ്ട്. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവെ, നിങ്ങളുടെ രക്തത്തിൻ്റെ ശക്തി എൻ്റെ വ്യാപരിച്ച് ആ പുതിയ കൽപ്പന, നീ തന്നിരിക്കുന്ന കൽപ്പന തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവസന്നിധി ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പഠനം മുഖാന്തരമായി എനിക്ക് അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുന്നത് പോലെ ഞങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാണ് കൃപ നൽകണമേ. അത് മറ്റുള്ള അറിയത്തക്കവണ്ണമുള്ള ഒരു സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളിൽ വാഴുവാൻ, അത് വെളിപ്പെടുവാൻ ഇടയാകണമേ. ദിവസങ്ങളിൽ അങ്ങനെ ഞങ്ങളെ വഴി നടത്തണമേ. എൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ അന്യപ്പെട്ടു പോകാതെ കൃപയിലായി തീരുവാൻ കർത്താവ് കൃപ നൽകണമേ. പരിശുദ്ധമാവ് തുറന്നു നിൽക്കണമേ. കർത്താവാൻ ദൈവത്തിൻ്റെ കരുതലിൽ എപ്പോഴും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തലമുറകളായിരിക്കാൻ കർത്താവ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.